Hi, good morning. അപ്പോൾ നമുക്ക് ഇന്ന് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കളർഫുൾ ചമ്മന്തി ഉണ്ടാക്കിയാലോ. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് ചമ്മന്തി നമ്മൾ ഇതിനു മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ആ രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ബീട്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല വൈറ്റ് കളർ അല്ലേ, അപ്പോൾ എന്തായാലും ആ ഒരു വൈറ്റ് കളറിന്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് കളർ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബീട്രൂട്ടിലേക്കുള്ള അളവുകളാണ് പറയുന്നത്. 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അധികം ഇഞ്ചിയൊന്നും വേണ്ട. പിന്നെ 2 ചെറിയ വെളുത്തുള്ളി, 2 അല്ലിയാണ്, ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 ഉള്ളി എടുക്കാം കേട്ടോ. ഉള്ളി എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും, അപ്പോൾ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മൺചട്ടിയിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചമ്മന്തി ആക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ബീട്രൂട്ട് ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ, ഒരുപാട് വലിയ പീസുകളല്ല, തീരെ ചെറിയ പീസുകളല്ലാത്ത രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കണ്ട കേട്ടോ. കുക്കറിൽ വേഗം കുക്കായി കിട്ടും. ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ, ബീട്രൂട്ടിലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ കൂടുതൽ വേണ്ട. ഇത് ഞാൻ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണ വേണ്ട. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുകയാണ്. ഉഴുന്ന് ബോളായാലും കുഴപ്പമില്ല, മുഴുവൻ ഉഴുന്നായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മുഴുവൻ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഈ ഉഴുന്നിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ മാറണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ ബീട്രൂട്ട് വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ബീട്രൂട്ടിൻ്റെ വെള്ളത്തോടു കൂടി നമുക്ക് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഉഴുന്ന് കുക്കായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം വേണം. അപ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുക. കറിവേപ്പിലയും ഒന്ന് കുക്കായി വരണം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മളിനി ചേർക്കുന്നത്, ഞാനിപ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ സവോള ചെറിയ കനത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസുകളല്ല, തീരെ ചെറിയ പീസുകളല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ 1.5 പച്ചമുളക് ചേർത്താലും മതി. ബീട്രൂട്ടിന് മധുരം ആയതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. നമ്മൾ ബീട്രൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉഴുന്നുള്ളതാണ്, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കണ്ട കേട്ടോ. ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ടും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബീട്രൂട്ടിലെ ആ വെള്ളത്തിൻ്റെ ഇത് മുഴുവൻ മാറി കിട്ടണം. അതുപോലെ നമ്മളൊരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്തോളൂ. ബീട്രൂട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ചമ്മന്തി കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ചമ്മന്തിക്ക് ആ ഒരു റോ ടേസ്റ്റ് നിൽക്കും. അതുകൊണ്ട് ചട്ടിയിൽ വേവിക്കാതിരിക്കുകയാണ് നല്ലത്. കുക്കറിൽ തന്നെ ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ട് ഈ ഒരു ചമ്മന്തി ചെയ്യായിരിക്കും കൂടുതൽ ബെസ്റ്റ്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ബെസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഉഴുന്നുള്ളതുകൊണ്ട് കുറച്ച് തിക്നെസ്സും കിട്ടും നമ്മുടെ ചമ്മന്തിക്ക്. ബീട്രൂട്ട് മാത്രം അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ചട്നി ആയിരിക്കും. അപ്പോൾ ഇത് ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ചമ്മന്തി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ചട്നിയല്ല, ചമ്മന്തി റെസിപ്പിയാണ്. ചട്നി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച് ഇളം ചൂടുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളം തന്നെ ചൂട് മാറ്റി ഇളം ചൂടുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് കട്ടി ചമ്മന്തി ആയിട്ടാണ് വരുന്നത്, ഒരുപാട് ലൂസായിട്ടുള്ള ചമ്മന്തി ആയിട്ടല്ല. അപ്പോൾ ഇതൊരു 1 മിനിറ്റും കൂടി ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും കൂടി ചേർത്ത് നമ്മൾ വഴറ്റാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. ബീട്രൂട്ടിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് മാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് മാറട്ടെ, അതിനുശേഷം അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാണ് നമ്മുടെ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ലല്ലോ പിന്നെ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണേ ഉള്ളൂ. ഇതിന് പകരം ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി. കുരു വീഴാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ചേർത്ത ഒരു 1/4 ടീസ്പൂൺ വിനീഗർ മാത്രമേ നമ്മൾ ആ ഒരു പുളിക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഒരുപാട് കടുക് വേണ്ട. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് കൂടി ചേർത്ത് വറവിട്ടാലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിൽ വറ്റൽമുളകൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ബീട്രൂട്ട് ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ, ഇഷ്ടമായോ എന്നുള്ളതാണ് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇഷ്ടമായോ എന്ന് മാത്രമല്ല, നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുതേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർക്കട്ടെ. നമ്മൾ ചമ്മന്തിയിലേക്ക് ചേർക്കുമ്പോൾ ആ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർക്കാം കേട്ടോ. എന്നാൽ കറക്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ വറവിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. വെളിച്ചെണ്ണയും ഉഴുന്നും എല്ലാം ചേർത്ത് കഴിക്കുക. അപ്പം ഞാനിതിനി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ബാക്കിയുള്ളത് മുഴുവനും, ഇതിലുള്ളത് മുഴുവനും ചേർക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.